ജനങ്ങൾക്ക് ക്ഷേമ പദ്ധതികൾ വാരിക്കോരി പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാരിനും ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിനും ജനങ്ങളുടെ സ്നേഹാദരം. കൊട്ടാരക്കര എഴുകോണിൽ ധനമന്ത്രിക്ക് വമ്പിച്ച സ്വീകരണം നൽകി. ക്ഷേമ പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിച്ചതും സ്ത്രീകൾക്ക് പ്രത്യേക പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചതും അടക്കമുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിനെ എഴുകോൺ ജനത വാരി പുണർന്നു. കർഷകരും കശുവണ്ടി തൊഴിലാളികളും മാത്രമല്ല, സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽപ്പെട്ട ഗുണഭോക്താക്കളും സ്വീകരിക്കാനെത്തിയിരുന്നു. പ്രഖ്യാപനങ്ങൾക്ക് എങ്ങനെ പണം കണ്ടെത്തുമെന്ന ചോദ്യങ്ങൾക്ക് മന്ത്രി കെ.എൻ. ബാലഗോപാലിന് മറുപടി ഉണ്ടായിരുന്നു. വെറുതെ പ്രഖ്യാപനം നടത്തുകയല്ല ചെയ്തത്. കഴിഞ്ഞ 2-3 മാസമായി സർക്കാർ ഇതിനായി ആലോചന നടത്തിയിരുന്നു. ഏതൊക്കെ വഴിയിൽ പണം വരുമെന്ന് സർക്കാർ ഉറപ്പാക്കിയ ശേഷമാണ് പ്രഖ്യാപനം നടത്തിയതെന്നും മന്ത്രി വ്യക്തമാക്കി. നാളത്തെ ഹോംവർക്കിന് ശേഷമാണ് 2 മാസമെങ്കിലും ഇതിന്റെ ഓരോ കണക്ക് ഇവിടെ ഒക്കെ ഓരോ ചോദിക്കുന്നുണ്ട്. പെൻഷന്റെ അതിന്റെ ഹോംവർക്കൊക്കെ ചെയ്ത് 10 ദിവസമായിട്ട് ചെയ്ത് ഇന്നലെയാണ് നമ്മുടെ ക്യാബിനറ്റ് അംഗീകരിച്ച് പ്രഖ്യാപിച്ചത്. സ്വീകരണ ചടങ്ങിന് CPIM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PA അബ്രഹാം, ഏരിയ സെക്രട്ടറി K. രാമാനുജൻ, CPIM നേതാക്കളായ മനേക്ഷ ഓമനക്കുട്ടൻ, ഗോപികൃഷ്ണൻ അടക്കമുള്ളവർ നേതൃത്വം നൽകി. കൈരളി ന്യൂസ്, കൊല്ലം.